ഹായ് ഫ്രണ്ട്സ്, നാവിലെ രുചിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ ചെകുത്താൻകായ എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്ക് പോയേക്കാം. നമ്മളിപ്പോൾ ഉള്ളത് ഏന്തിയ ടൗണിലാണ്. അപ്പോൾ നമുക്കൊരു ചിക്കൻ മേടിച്ചുകൊണ്ട് പോയേക്കാം. നമ്മളിപ്പോൾ ചെകുത്താൻകായ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഊഞ്ഞാൽ ചിക്കനാണ്. അപ്പോൾ നമുക്ക് കോഴി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് കഴുകിയെടുക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് വരഞ്ഞെടുക്കാം. നമുക്ക് ചിക്കനെ പുരട്ടാൻ വേണ്ടി ഗ്രേവി തയ്യാറാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 15 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 10 വറ്റൽമുളക് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, ഒരു നാരങ്ങ, പിന്നെ നമുക്ക് തൈര് വേണം, പിന്നെ 2 സർവ്വസൂന്നിയുടെ ഇല എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഗ്രേവി തയ്യാറാക്കാം. ആദ്യം നമ്മുടെ ഇഞ്ചി ഒന്ന് നമുക്ക് ചിരണ്ടിയെടുക്കാം. നമുക്ക് ഇഞ്ചി ഇനി ചെറിയ കഷ്ണങ്ങൾ അരിഞ്ഞിടാം. ചതച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു ശകല ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനാണ് പെട്ടെന്ന് നമുക്ക് ചതഞ്ഞ് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി തയ്യാറാക്കാം. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. മീറ്റ് മസാല, ക്രസ്റ്റ് ചില്ലി, ഉപ്പ്, മഞ്ഞൾപ്പൊടി,
കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും സാധനമാണ് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഗ്രേവി ഒന്ന് ലൂസാക്കി കിട്ടാൻ മാത്രം പരുവത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ കൈയൊക്കെ വെച്ച് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് ഈ ഗ്രേവിയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ഇനി 2 സർവ്വസുഗന്ധിയുടെ ഇല അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമുക്കിനി ചിക്കൻ ഒന്ന് ഇലയിൽ പൊതിഞ്ഞെടുക്കാം. വാഴയിലയിൽ നമുക്ക് ഒരു ഇലയും കൂടെ വെച്ചിട്ട് അതിലേക്ക് പൊതിഞ്ഞെടുക്കാം. നമുക്കിനി ചിക്കൻ ഒന്ന് അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് പൊതിഞ്ഞെടുക്കാം. നല്ലപോലെ നല്ല കട്ടിക്ക് പൊതിയണം. നമുക്കിനി ചിക്കൻ റെഡിയാക്കാനുള്ള ഊഞ്ഞാൽ തയ്യാറാക്കാം. നമുക്ക് ഈ ചിരട്ട ഒന്ന് കത്തിക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ കർപ്പൂരമാണ് എടുത്തേക്കുന്നത്. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചിക്കൻ ഇതിലേക്ക് കെട്ടാം, ഊഞ്ഞാലാക്കി. നമുക്കിത് ആട്ടി കൊടുക്കാനായിട്ടൊരു കമ്പിയും കൂടെ ഇതിൽ കെട്ടിക്കൊടുക്കാം. രസമാണ്. ഇവിടെ ഇപ്പം നല്ല മഴയായിരുന്നു, അതുകൊണ്ട് വെള്ളം നല്ലപോലെ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഒച്ച കാണും, ഒന്ന് ക്ഷമിക്കണം. ഇനി നമുക്ക് ചിക്കൻ ഗാർണിഷ് ചെയ്യാനുള്ള കുക്കുംബറും സവോളയും ക്യാരറ്റും നമുക്ക് അരിയാം. കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ക്യാരറ്റും കൂടെ അരിയാം. നമ്മുടെ ചിക്കൻ ഇപ്പം അരമണിക്കൂർ വേവിച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊക്കെ ഒന്ന് മാറ്റി നോക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ചിക്കനൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ചൂടാണ്, നല്ല സ്മെല്ലും വരുന്നുണ്ട്.
അപ്പോൾ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഒന്ന് അന്വേഷിച്ച് എടുക്കാം. നമുക്കിനി ഊഞ്ഞാൽ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അമ്പത്തിട്ടില്ലേ? ഗ്രിൽ ചിക്കനും ബക്കറ്റ് ചിക്കനും ഒന്നുമല്ല, ഇത് വേറെ ടേസ്റ്റാണ്. എല്ലാത്തിനും ഓരോ ടേസ്റ്റാണ്. ഊഞ്ഞാൽ ചിക്കൻ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.